കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ 3 ആൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ശനിയാഴ്ച അപേക്ഷ നൽകും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ കുട്ടികളെ നേരിട്ട് ഹാജരാക്കിയാണ് അപേക്ഷ സമർപ്പിക്കുക. അതേസമയം കേസിൽ ഉൾപ്പെട്ട 13-കാരിയായ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. കരുവാറ്റയിൽ വയോധികനായ ശിവൻകുട്ടി ചെട്ടിയാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ശനിയാഴ്ച പോലീസ് അപേക്ഷ നൽകും. ചേർത്തലയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ കുട്ടികളെ നേരിട്ട് ഹാജരാക്കിയാകും അപേക്ഷ സമർപ്പിക്കുക. അതേസമയം കേസിൽ ഉൾപ്പെട്ട 13-കാരിയായ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്താൻ ക്വട്ടേഷൻ നൽകിയ 13-കാരിയായ കൊച്ചുമകളുടെ വിശദമായ മൊഴി കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലല്ല, മറിച്ച് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൃത്യം നടത്തിയത് എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഈ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമാണ് കുട്ടികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കേസിൽ സെപ്റ്റംബർ പകുതിയോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികൾ എന്നതിനാൽ കർശന നിബന്ധനകളോടെയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും പോലീസ് സൂചന നൽകുന്നു. കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കില്ല. തെളിവെടുപ്പ് ഉദ്യോഗസ്ഥർ സിവിൽ വേഷത്തിലായിരിക്കണം എന്നും നിർബന്ധമുണ്ട്. മൊഴിയെടുപ്പിലും റീക്രിയേഷൻ വേളയിലും രക്ഷിതാക്കളുടെയോ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയോ സാന്നിധ്യവും നിർബന്ധമായും ഉറപ്പാക്കും. തിരിച്ചറിയൽ വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാൻ അതീവ രഹസ്യമായിട്ടായിരിക്കും നീക്കങ്ങൾ നടത്തുകയെന്നും പോലീസ് സൂചന നൽകി. CDNet ന്യൂസ്, ഹരിപ്പാട്.